നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇതൊരു സിനിമാ കഥയല്ല, പക്ഷെ സിനിമാ കഥയെ വെല്ലുന്ന ഒരു സംഭവം. നമ്മൾ മലയാളികൾ ഈ വാർത്ത കാതു തുറന്ന് കേൾക്കണം. കേരളത്തിലെ യുവസമൂഹത്തിന് എന്താണ് സംഭവിക്കുന്നത്? പുതുതലമുറ ഏറെ മാറി എന്നൊക്കെ നമ്മൾ അഭിമാനിക്കുന്നു. എന്നാൽ ഈ തലമുറയിൽ ഒരു കെട്ട സംസ്കാരത്തിൽ ജീവിക്കുന്ന ഒരു വിഭാഗമുണ്ട് എന്ന് തിരിച്ചറിയുക. ഏതു പാതിരാത്രിയും അവർ യുവതികൾക്ക് നേരെയും പെൺകുട്ടികൾക്ക് നേരെയും ചാടി വീഴും. നമ്മുടെ തെരുവുകളിലും റോഡ് വക്കിലുമൊക്കെ ഇവർ പതുങ്ങിയിരിക്കുന്നു. ഇത്തരം ക്രിമിനലുകളെ ഉത്തർപ്രദേശിൽ നമ്മൾ കണ്ടതുപോലെ ഷൂട്ട് അറ്റ് സൈറ്റ് എന്നൊരു നയം സ്വീകരിച്ചില്ലാതാക്കുകയാണ് നല്ലത്. മൂവാറ്റുപുഴയിലെ ഈസ്റ്റ് മാറാടിയിലുള്ള ഒരു ആയുർവേദ ചികിത്സാ കേന്ദ്രം. രാത്രി 11:45 ഈ ചികിത്സാ കേന്ദ്രത്തിൽ നിന്ന് ഒരു ജീവനക്കാരി പതിവ് പോലെ തൻ്റെ ചികിത്സയൊക്കെ പൂർത്തിയാക്കി പുറത്തേക്കിറങ്ങുന്നു. ജീവനക്കാരിയായ യുവതി അതിവേഗം ബസ് പിടിക്കാനായി റോഡിലൂടെ നടന്നു നീങ്ങുന്നു. പതിവായി രാത്രിയിൽ സ്ഥാപനത്തിൽ നിന്നിറങ്ങി ബസ്സിൽ കയറാൻ നടന്നു പോകാറുണ്ട് യുവതി. ഇത് നോക്കി വച്ചിരുന്നു ഒരു കൂട്ടം യുവാക്കൾ. 19-നും 20-നും ഇടയിൽ പ്രായമുള്ള 5 യുവാക്കൾ. അവരാണ് ഒരു കൊടിയ ക്രൂരതയ്ക്ക് ഇറങ്ങിത്തിരിച്ചത് എന്ന് മനസ്സിലാക്കുക. 2 ബൈക്കുകളിലായി ഹെൽമറ്റ് പോലും വെക്കാതെ 5 യുവാക്കൾ ഈ യുവതിക്ക് അരികിലെത്തി. മദ്യലഹരിയിലായിരുന്നു യുവാക്കൾ. യുവതിയെ കടന്നു പിടിക്കാനുള്ള ശ്രമം. അവർ കുതറി മാറാൻ ശ്രമിക്കുന്നു. ഒടുവിൽ ഭയന്ന് നിലവിളിച്ചുകൊണ്ട് യുവതി മുന്നോട്ടോടി. പെട്ടെന്നൊരു ബൈക്കുകാരൻ അതുവഴി കടന്നു വന്നു. യുവതിയുടെ നിസ്സഹായ അവസ്ഥ കണ്ട് ബൈക്കിൽ കയറാൻ ആ യുവാവ് ആവശ്യപ്പെടുന്നു. നമുക്കറിയാം, അത് നമ്മൾ കണ്ട ഒരു നന്മ മരം. യുവതി അപകടത്തിലാണെന്ന് മനസ്സിലായി. ഏതു വിധേനയും അവരെ രക്ഷിക്കണം. ബൈക്ക് മുന്നോട്ടെടുക്കാനുള്ള വെപ്രാളം. തൊട്ടുപിന്നാലെ 5 യുവാക്കൾ ക്രൂരമായി ആക്രോശത്തോടെ തനിക്ക് നേരെ അടുക്കുന്നു എന്ന് ബൈക്ക് യാത്രക്കാരൻ മനസ്സിലായി. പെട്ടെന്ന് തന്നെ അയാൾ തരിച്ചു നിന്നു. ഈ വെപ്രാളത്തിനിടയിൽ ബൈക്ക് നിന്നു. യുവതിയും ബൈക്ക് യാത്രക്കാരനും എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്നു. പിന്നാലെ കൂടിയിരിക്കുന്ന അക്രമികളുടെ കയ്യിൽ ഇരുമ്പുപടി അടക്കമുള്ള ആയുധങ്ങൾ. പെട്ടെന്ന് അതുവഴി ഒരു ട്രക്ക് കടന്നു വരുന്നു. യുവതി നിസ്സഹായ അവസ്ഥയിൽ നടുറോഡിൽ കയറി കൈ ഉയർത്തി ആ ട്രക്കിന് മുന്നിൽ നിൽക്കുന്ന കാഴ്ച. യുവതിക്ക് മുന്നിൽ ട്രക്ക് നിർത്തി. മലയാളം അറിയാത്ത ബംഗാളിയാണ് ട്രക്ക് ഡ്രൈവർ. ആ യുവതി അപകടത്തിൽപ്പെട്ടുവെന്നും യുവതിക്കൊപ്പമുള്ള യുവാവും ഈ അപകടക്കെണിയിൽ അകപ്പെട്ട വ്യക്തിയാണ് എന്നും ബംഗാളിയായ ട്രക്ക് ഡ്രൈവർക്ക് മനസ്സിലായി. യുവതിയും രക്ഷിക്കാനെത്തിയ യുവാവും തങ്ങളുടെ നിസ്സഹായാവസ്ഥ പെട്ടെന്ന് തന്നെ ട്രക്ക് ഡ്രൈവറെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും 5 അംഗ അക്രമി സംഘം ട്രക്കിന് പിന്നിലെത്തി. സംഭവസ്ഥലവും ബൈക്കിലെ ഈ അക്രമികളെയും കണ്ട ബംഗാളി ഇത് അപകടം നിറഞ്ഞ ഒരു സ്ഥലമാണെന്ന് മനസ്സിലാക്കി. പെട്ടെന്ന് തന്നെ യുവതിയോടും യുവാവിനോടും ട്രക്കിനുള്ളിലേക്ക് കടക്കാൻ ആവശ്യപ്പെട്ടു. ഇരുവരെയും ട്രക്കിൽ കയറ്റി ആ ബംഗാളിയായ ഡ്രൈവർ ട്രക്ക് മുന്നോട്ടെടുത്തു. അക്രമികൾ ആക്രോശത്തോടെ ട്രക്കിന് ഇരുവശവും. 2 ബൈക്കുകളിലായി ട്രക്കിന് നേരെ അവർ ഇരുമ്പുപടി ഉപയോഗിച്ചടിക്കുന്നു. പ്രാണരക്ഷാർത്ഥം അതിവേഗത്തിൽ പായുകയാണ് ട്രക്ക്. തൊട്ടു പിന്നാലെ അക്രമി സംഘം. ആക്രോശിച്ചും ആയുധങ്ങൾ കൊണ്ട് ലോറിയിലടിച്ചും അക്രമികൾ ഏതു വിധേനയും ട്രക്ക് നിർത്താനുള്ള ശ്രമമാണ് തുടർന്ന് നടത്തിയത്. ഇതിനിടയിൽ പിന്നാലെ വന്ന ഒരു കാർ. അപകടം മനസ്സിലാക്കിയ ആ കാറിലുള്ള യാത്രക്കാർ ട്രക്കിനെ യുവാക്കൾ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ തങ്ങളുടെ മൊബൈൽ ഫോണിൽ പകർത്തി. അവർ ഭദ്രമായി ഈ ദൃശ്യങ്ങൾ മൂവാറ്റുപുഴ പോലീസിന് കൈമാറി. 15 കിലോമീറ്റർ ദൂരമാണ് പിന്നീട് ട്രക്ക് അതിവേഗം പാഞ്ഞത്. ഒപ്പം ക്രൂരതയോടെ ആ യുവാക്കളും. 15 കിലോമീറ്റർ പ്രാണൻ കയ്യിൽ പിടിച്ചുള്ള യാത്രയായിരുന്നു അതെന്ന് യുവതി പോലീസിനോട് പറഞ്ഞു. ഇതിനിടയിൽ യുവതി ഗൂഗിളിൽ പരതി മൂവാറ്റുപുഴ പോലീസിന്റെ നമ്പർ എടുത്തു. അവരെ വിളിച്ച് തൻ്റെ അപകടാവസ്ഥ വിവരിച്ചു. പെട്ടെന്ന് തന്നെ സമീപമുള്ള പോലീസ് സ്റ്റേഷനുകളിലൊക്കെ മെസ്സേജുകൾ പാഞ്ഞു. പോലീസ് നിരത്തിലേക്ക് ഇറങ്ങി. അതിവേഗം പാഞ്ഞു വരുന്ന ട്രക്ക് തൊട്ടുമുന്നിൽ പോലീസ് സംഘത്തെ കാണുന്നു. തങ്ങളുടെ യാത്ര അവർ മെല്ലെയാക്കി. ഇതിനിടയിൽ പിന്നാലെ പാഞ്ഞെത്തിയ അക്രമികൾ മുന്നിൽ പോലീസ് സംഘത്തെ കണ്ടു വിരളുന്നു. അവർ തിരിഞ്ഞ് അതിവേഗം ബൈക്കുകളുമായി പാഞ്ഞു. മലയാളം പോലും അറിയാത്ത ഒരു ട്രക്ക് ഡ്രൈവർ. ആ ബംഗാളിയായ ട്രക്ക് ഡ്രൈവർക്ക് നമ്മൾ അഭിനന്ദനങ്ങൾ നൽകണം. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ആ റോഡ് വക്കിൽ ഒരു യുവാവിൻ്റെയും യുവതിയുടെയും ജീവൻ ഈ കൊടും ക്രൂര മനസ്സുള്ള ഈ അക്രമികൾ എടുത്തേനെ. ഓടിവരുന്ന യുവതിയെ കണ്ടാണ് അതുവഴി വന്ന ആരക്കുഴ സ്വദേശി ബൈക്ക് നിർത്തിയത്.
അയാൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ നമ്മൾ നൽകണം. യുവതി അപകടത്തിൽ അകപ്പെട്ടു എന്ന് നൊടിയിടയിൽ മനസ്സിലാക്കിയ യുവാവ് പെട്ടെന്ന് തന്നെ അവരെ ബൈക്കിൽ കയറ്റി രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തി. 5 അംഗ സംഘം അടുത്തേക്ക് വരുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സംഗതയോടെ നിൽക്കുന്ന ഒരു യുവാവിൻ്റെ ചിത്രം അത് നമ്മെ ഏറെ വേദനിപ്പിക്കും. പിറവം രാമമംഗലത്തേക്കുള്ള ലോഡുമായി പോവുകയായിരുന്നു ട്രക്ക്. പറഞ്ഞത് മുഴുവൻ അയാൾക്ക് മനസ്സിലായില്ല. എങ്കിലും മനുഷ്യൻ്റെ ഭാഷ, സ്നേഹത്തിൻ്റെ ഭാഷ അതയാൾക്ക് മനസ്സിലായി. ഒന്നു മാത്രം ആ ബംഗാളി ഡ്രൈവർക്ക് പെട്ടെന്ന് പിടികിട്ടി. ആ യുവാവും യുവതിയും അപകടത്തിലാണ്. ദൈവം പറഞ്ഞയച്ച 2 രക്ഷകർ. എന്നിട്ടും അക്രമികൾ അവരെ വിടാൻ ഭാവമില്ല. ഹെൽമറ്റ് പോലും ധരിക്കാതെ മദ്യപിച്ച് നടുറോഡിലെത്തി ഒരു യുവതിയെ ആക്രമിക്കാൻ ആ യുവാക്കൾ കാട്ടിയ ധൈര്യം, ഇനിയൊരിക്കലും ഈ യുവാക്കൾക്ക് ഇത്തരമൊരു ധൈര്യം ഉണ്ടാകാൻ പാടില്ല. ആ ലോറി തടയാനും ഇരുമ്പ് വടി കൊണ്ട് ആക്രമിക്കാനുമുള്ള ശ്രമമാണ് അവിടെ നടന്നത്. ഇതിനൊക്കെ അപ്പുറം കൃത്യതയോടെ തെളിവുകൾ ശേഖരിച്ച പിന്നാലെയെത്ത കാറിലുണ്ടായിരുന്ന യാത്രക്കാർ അപകടം മനസ്സിലാക്കി ആ സംഭവ സ്ഥലത്തെ ദൃശ്യങ്ങൾ അവർ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്തത് ഇപ്പോൾ വളരെ വ്യക്തമായ തെളിവായി മാറി. കാര്യങ്ങൾ പന്തിയല്ല എന്ന് കണ്ടാണ് തങ്ങൾ മൊബൈൽ ഫോണിൽ ഈ ദൃശ്യങ്ങൾ പകർത്തിയതെന്ന് യാത്രാ സംഘത്തിലുള്ളവർ പറയുന്നു. മൂവാറ്റുപുഴ പോലീസിൽ വിവരം ലഭിച്ചതോടെ സമീപ പോലീസ് സ്റ്റേഷനുകളിലേക്കുള്ള മെസ്സേജുകൾ പായുന്നു. തുടർന്ന് രാമമംഗലം മേഖലയിൽ പെട്രോളിങ്ങിലായിരുന്ന പിറവം പോലീസും സജ്ജമായി. വേഗത്തിൽ പാഞ്ഞു വരുന്ന ട്രക്കിനെ ആ പോലീസ് സംഘം ശ്രദ്ധിക്കുന്നു. പോലീസ് സംഘം അപ്പോൾ ആ ട്രക്കിന് മുന്നിലെത്തിയത് മാത്രമാണ് അക്രമികൾ പിരിഞ്ഞു പോകാനുള്ള കാരണം. തുടർന്ന് പിറവം പോലീസ് മൂവാറ്റുപുഴ പോലീസിന് വിവരം കൈമാറി. പിന്നാലെ കാറിൽ വന്നവരും തങ്ങൾ പകർത്തിയ ദൃശ്യങ്ങൾ പോലീസ് സംഘത്തിന് കൈമാറി. ഈ ദൃശ്യങ്ങളിൽ നിന്നാണ് ബൈക്ക് യാത്രക്കാരുടെ വിശദാംശങ്ങളിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞത്. ബൈക്കിന്റെ നമ്പർ പ്ലേറ്റുകൾ ഈ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. പിന്നീട് ശരവേഗത്തിൽ കാര്യങ്ങൾ നീക്കി പോലീസ്. അതിന് പോലീസിന് പ്രത്യേക കയ്യടി നൽകണം. മൂവാറ്റുപുഴ SHO അനിൽ ജോർജിന്റെ നേതൃത്വത്തിൽ ഈസ്റ്റ് മാറാടിയിലെ 5 പേരുടെയും വീടുകളിൽ വെളുപ്പിന് തന്നെ പോലീസ് സംഘമെത്തി. ഒടുവിൽ 5 പേരെയും റിമാൻഡ് ചെയ്തതായി SHO വ്യക്തമാക്കി. വധശ്രമം, ഭീഷണിപ്പെടുത്തൽ, പിന്തുടർന്ന് ആക്രമിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തി. ആ ട്രക്കിൽ കയറി രക്ഷപ്പെട്ടില്ലായിരുന്നു എങ്കിൽ യുവതിയുടെ ജീവൻ പോലും അപകടത്തിലാകുമായിരുന്നു എന്ന് പോലീസിന് ബോധ്യമായി. പോലീസ് പറയുന്നത് അക്രമി സംഘം കഴിഞ്ഞ കുറേ ദിവസമായി രാത്രി അസമയത്ത് ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന യുവതിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം അവർ ഈ സ്ഥാപനത്തിന് പരിസരത്ത് പമ്മി നിന്നു 2 ബൈക്കുകളിലായി. പിന്നീട് യുവതി ഇറങ്ങിയപ്പോൾ തക്കം പാർത്തിരുന്ന യുവാക്കൾ ചാടി വീഴുകയായിരുന്നു. 4 മാസമായി ഈ യുവതി അവിടെ ജോലി ചെയ്യുന്നു. സാധാരണ 9 മണി കഴിഞ്ഞുള്ള ബസ്സിലാണ് വീട്ടിലേക്ക് പോകുക. വൈകുന്ന ദിവസങ്ങളിൽ മൂവാറ്റുപുഴ സ്റ്റാൻഡിൽ നിന്ന് 11:30-ക്കുള്ള ഒരു ബസ്സുണ്ട്. അതിലാണ് യുവതിയുടെ യാത്ര. എന്തും ചെയ്യാം എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കൂട്ടം യുവാക്കൾ. 19-നും 20-നും ഇടയിൽ പ്രായമുള്ള 5 യുവാക്കൾ. ഇവരാണ് ഈ നാടിനെ മറ്റൊരു ക്യാൻസറാക്കി മാറ്റുന്നത്. നമ്മുടെ യുവതികൾക്കും പെൺകുട്ടികൾക്കും റോഡുകളിലും തെരുവുകളിലും സിറ്റികളിലുമൊക്കെ ഏത് അർദ്ധരാത്രിയിലും ഇറങ്ങി നടക്കാൻ ഇപ്പോൾ കാലം അനുവദിക്കുന്നു എന്നൊക്കെ പൊതുവെ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ എവിടെയും പതിയിരിക്കുന്ന ചില ചെന്നായ്ക്കളുണ്ട് എന്നോർക്കുക. സ്ഥാപനങ്ങളിൽ നിന്ന് വൈകി വീട്ടിലേക്ക് പെൺകുട്ടികളോ യുവതികളോ എത്തുന്നതുവരെ മാതാപിതാക്കൾക്ക് ഉറക്കം വരില്ല. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് അവർക്കൊന്ന് ശ്വാസം നേരെ വരിക പോലും. കാരണം ഇത്തരത്തിലുള്ള ക്രൂരന്മാർ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ഓരോ മാതാപിതാക്കൾക്കും അറിയാം. എത്ര കരുതലോടെയാണ് മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തി ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിലേക്ക് ജോലിക്ക് വിടുന്നത്. ഒടുവിൽ അർദ്ധരാത്രി ജോലി കഴിഞ്ഞിറങ്ങുമ്പോൾ അവരെ തേടി ഇത്തരം അപകടങ്ങൾ ഒളിച്ചിരിപ്പുണ്ട് എന്നത് ആധുനിക സംസ്കാരത്തിന് ചേർന്നതല്ല. പുതുതലമുറ ഏറെ മാറി, പുതുതലമുറ വിശാല മനസ്സുള്ളവരാണ് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഇത്തരം യുവാക്കൾ നമ്മുടെ ഉറക്കം കെടുത്തുന്നു, സ്വൈര്യജീവിതം തകർക്കുന്നു. കർശന നടപടികളിലൂടെ ഇവരെ തിരുത്തിയില്ലെങ്കിൽ ഇതൊരു ക്യാൻസർ പോലെ മറ്റ് യുവാക്കളിലേക്കും പുതുതലമുറയിലേക്കും പടരും. എന്തും ചെയ്യാം എന്ന് അഹങ്കരിക്കുന്നവർ, എന്തു ചെയ്താലും നിയമത്തിൻ്റെ പഴുതിലൂടെ രക്ഷപ്പെടാം എന്ന് കരുതുന്നവർ, മദ്യപിച്ചു കഴിഞ്ഞാൽ ഇത്തരം അതിക്രമങ്ങളൊക്കെ തങ്ങളുടെ ശീലമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നവർ. 15 കിലോമീറ്റർ നീണ്ട മരണപ്പാച്ചിൽ, അത് തൻ്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത സംഭവമായി പോയി എന്ന് ബംഗാളി ഡ്രൈവർ പോലീസിനോട് പറഞ്ഞു. അവൻ വിറയ്ക്കുകയായിരുന്നു, കണ്ണ് നിറഞ്ഞൊഴുകുകയായിരുന്നു. ഒരു കാരണവശാലും ആ യുവതിയെയും യുവാവിനെയും അക്രമി സംഘത്തിന് മുന്നിൽ വിട്ടുകൊടുക്കില്ല എന്ന് താൻ തീരുമാനിച്ചിരുന്നുവെന്നാണ് ട്രക്ക് ഡ്രൈവർ പറയുന്നത്.
അന്യസംസ്ഥാന തൊഴിലാളികളെ നമ്മൾ കുറ്റം പറയുമ്പോൾ ഇതുപോലെ നല്ല മനസ്സുള്ളവരുമുണ്ട് എന്ന് കാണുക. അതൊരു ടോറസ് വാഹനമായിരുന്നു, നല്ല കരുത്തുറ്റ ട്രക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ വാഹനങ്ങളായിരുന്നുവെങ്കിൽ അക്രമികൾ ആ വാഹനം തല്ലിപ്പൊളിച്ച് ഇവരെ എത്ര ക്രൂരമായി ആക്രമിക്കുമായിരുന്നു. ഒരു ടോറസ് വാഹനമായിട്ട് കൂടി ബൈക്കിലെത്തി ഇരുമ്പുപടി കൊണ്ട് തുടർച്ചയായി ആ വാഹനത്തെ ആക്രമിക്കാനുള്ള ധൈര്യം. മൂവാറ്റുപുഴ ഈസ്റ്റ് മാറാടി പള്ളിക്കവല ഭാഗത്ത് തട്ടാർ കുന്നേൽ അജിത്ത് എന്ന 19-കാരൻ, മീങ്കുന്നം പാറത്താഴത്ത് വീട്ടിൽ അദ്വൈത് എന്ന 20-കാരൻ, പഞ്ചായത്ത് പടി ഭാഗത്ത് ചാവാട്ട് വീടിൽ ടോമി ഷാജി എന്ന 19-കാരൻ, ഹൈസ്കൂളിന് സമീപം ചാരപ്പുറത്ത് പുത്തൻപുരിയിൽ വീട്ടിൽ അർജുൻ സനിൽ എന്ന 20-കാരൻ, മങ്കമ്പ്ര ഭാഗത്ത് തെങ്ങനാൽ വീട്ടിൽ അശ്വിൻ രഘു എന്ന 20-കാരൻ. ഇവരാണിപ്പോൾ പോലീസ് റിമാൻഡിലുള്ളത്. പിറവം റോഡിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോകവേ MC റോഡിലെ പ്രധാന ജംഗ്ഷനിലാണ് ഈ സംഭവം നടക്കുന്നത്. യുവാക്കൾ യുവതിയെ കടന്നുപിടിക്കുകയും മോശം പരാമർശത്തോടെ സമീപിക്കുകയും ചെയ്തു. നിന്നെ കൊണ്ടുപോകും എന്ന് പറഞ്ഞ് പച്ചത്തെറിയായിരുന്നു യുവാക്കൾ യുവതിയെ വിളിച്ചത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ബൈക്കിടിപ്പിച്ച് വീഴ്ത്താനുള്ള ശ്രമം. ബലമായി ബൈക്കിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് ഇപ്പോൾ ചോദ്യം ചെയ്യലിൽ ഇവർ പോലീസിനോട് സമ്മതിച്ചു. ബൈക്കിലെത്തിയ അരക്കുഴ സ്വദേശി അമലാണ് അവിടെ നമ്മൾ രക്ഷക വേഷത്തിലെത്തിയ ആദ്യ മനുഷ്യനെ കാണേണ്ടത്. അയാൾക്ക് പ്രത്യേക കയ്യടി. അമലിനെ പോലെയുള്ളവർ തന്നെയാണ് ഇരട്ടച്ചങ്കുള്ളവർ. പിന്നാലെ വന്ന ട്രക്ക് ഒരു ബസ്സാണെന്ന് കരുതിയാണ് താൻ കൈകാട്ടിയതെന്ന് യുവതി പറഞ്ഞു. അമലും പറയുന്നത് പാഞ്ഞു വരുന്നത് ഒരു ബസ്സാണ് എന്ന ആശ്വാസമായിരുന്നു തങ്ങൾക്കെന്ന്. നിർത്തിയപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളി ഓടിക്കുന്ന ടോറസ്. അയാളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ആ വണ്ടിയിലേക്ക് കയറാൻ താമസിക്കുമോ എന്ന് ചങ്കിടിപ്പോടെ ഓർക്കുന്ന നിമിഷങ്ങൾ. അക്രമി സംഘം അടുത്തു വരുന്നുവെന്ന് കണ്ട ടോറസ് ഡ്രൈവർ പെട്ടെന്ന് തന്നെ ആ വാഹനത്തിൽ കയറ്റി. മാരകായുധങ്ങളുമായായിരുന്നു അക്രമി സംഘം പിന്തുടർന്നത് എന്ന് 3 പേരും പോലീസിനോട് പറഞ്ഞു. ടോറസ് പിറവം റോഡിലെ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെത്തിയപ്പോഴേക്കാണ് പോലീസിനെ കാണുന്നത് ശ്വാസം വീഴുന്നത്. ആദ്യം പിറവം പോലീസ്, തൊട്ടു പിന്നാലെ മൂവാറ്റുപുഴ പോലീസുമെത്തി. ഇവിടെ പോലീസിന് നമ്മൾ ഒരു പ്രത്യേക അഭിനന്ദനം നൽകണം. സംയോജിതമായി അവർ പ്രവർത്തിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ യുവാവിനെയും യുവതിയെയും ഈ അക്രമി സംഘം ആക്രമിച്ചില്ലാതാക്കിയേനെ. ഈ കേസിൽ ഭരണകക്ഷി പ്രാദേശിക വനിതാ നേതാവിൻ്റെ ഒരു മകനും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കേസ് ഒതുക്കാൻ ശക്തമായ സമ്മർദ്ദം. ടോറസ് വാഹനത്തെ അക്രമികൾ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പിന്നാലെ കാറിലെത്തിയവർ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകാതിരിക്കാൻ പരമാവധി ശ്രമം. പോലീസിന് മേൽ ശക്തമായ സമ്മർദ്ദം പ്രാദേശിക തലത്തിലുണ്ട്. ഒരു കാരണവശാലും ടോറസ് വാഹനത്തെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തേക്ക് പോകരുത് എന്നാണ് ഇപ്പോൾ ഭരണകക്ഷിയിലെ ചില പ്രാദേശിക നേതാക്കൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ശക്തമായ സമ്മർദ്ദം പോലീസ് നേരിടുന്നു. അതിക്രൂരരായ ഇവരെ രക്ഷിക്കാൻ കേരളത്തിലെ ആ പോലീസ് സംവിധാനം ശ്രമിച്ചാൽ മാധ്യമങ്ങളും ജനങ്ങളും അവർക്കെതിരെ തിരിയും എന്നോർക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.